എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പിള്ളേരോണ ആശംസകൾ നേരുന്നു. ചിങ്ങമാസത്തിലെ തിരുവോണം പോലെ തന്നെ കർക്കിടക മാസത്തിലെ തിരുവോണ ദിവസവും കൊണ്ടാടി വന്നിരുന്ന ഒരു ആഘോഷമാണ് പിള്ളേരോണം. തെക്കൻ കേരളത്തിൽ കർക്കിടക മാസത്തിലാണ് ഇത് ആഘോഷിച്ചിരുന്നത്. പൂക്കളം, ഓണപ്പുടവ തുടങ്ങിയുള്ള ചിങ്ങമാസത്തിലെ ഓണസംബന്ധിയായ ചടങ്ങുകളൊന്നും തന്നെ പിള്ളേരോണത്തിന് ഉണ്ടാകാറില്ല. എങ്കിലും കർക്കിടക വറുതിയിൽ പോലും ഓണാഘോഷത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള സദ്യ ഈ ആഘോഷത്തിൻ്റെയും പ്രത്യേകതയാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഓണാഘോഷം എന്ന രീതിയിലാണ് പിള്ളേരോണം എന്ന പേര് അന്വർത്ഥമാകുന്നത്. പണ്ട് തിരുവോണം പോലെ തന്നെ പിള്ളേരോണവും മലയാളികൾക്ക് പ്രധാനപ്പെട്ട ആഘോഷമായിരുന്നു. പിള്ളേരോണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കുട്ടികളുടെ നിഷ്കളങ്കമായ സന്തോഷമാണ്. അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പം കുഞ്ഞുങ്ങളിരുന്ന് സദ്യ കഴിക്കുന്നതൊക്കെ ഒരു മനോഹരമായ ഓർമ്മകളായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. കാലം മാറിയാലും ഓണത്തിൻ്റെ ആഘോഷങ്ങൾ മാറിയാലും നമ്മുടെ ബാല്യത്തിലെ പിള്ളേരോണത്തിൻ്റെ ഒരു ഓർമ്മകളെന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും പിള്ളേരോണം എന്ന് പറഞ്ഞ് എല്ലാ മലയാളികളും ഒരു മനസ്സിൽ ഉള്ള ഒരു പഴയ ഓർമ്മകളിലോട്ട് കടന്നു വരാറുണ്ട്. ഞങ്ങളുമൊക്കെ ചെറുപ്പകാലത്ത് കർക്കിടക മാസത്തിലെ ഈ ഒരു തിരുവോണം പിള്ളേരോണമായിട്ട് ആഘോഷിച്ചു വന്നിരുന്നൊരു കാലങ്ങൾ ഉണ്ടായിരുന്നു. ചിങ്ങമാസത്തിലെ ഓണത്തിന് രാജകീയ പ്രൗഢിയോടെ എത്തുന്ന മഹാബലി അതിന് ഒരു മാസം മുമ്പ് തൻ്റെ പ്രജകളെ കാണാൻ രഹസ്യമായി എത്തുന്നു എന്നൊരു വിശ്വാസം കൂടി പറയുന്നുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട പ്രജകളായ കുട്ടികൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാൻ എത്തുന്ന മഹാബലിയെ വരവേൽക്കാനാണ് പിള്ളേരോണം ആഘോഷിക്കുന്നത് എന്നും പറയപ്പെടുന്നു. തൃക്കാക്കരയപ്പൻ അല്ലെങ്കിൽ വാമനമൂർത്തി ജനിച്ച നക്ഷത്രമാണ് കർക്കിടകത്തിലെ തിരുവോണം എന്ന് ചില പുരാണങ്ങളിലും പറയുന്നു. മുൻകാലങ്ങളിൽ വൈഷ്ണവ വിശ്വാസികൾ ഈ ദിവസം വാമനമൂർത്തിയെ പൂജിക്കുകയും പ്രത്യേക നിവേദ്യങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കാലക്രമേണ ഈ പൂജകളും ആചാരങ്ങളും കുട്ടികളുടെ ഉത്സവമായി മാറുകയായിരുന്നു. ലളിതമായ സദ്യ നടത്താറുണ്ട്. അതുപോലെ തന്നെ വിഭവസമൃദ്ധമല്ലെങ്കിലും ചോറും പരിപ്പും പപ്പടവും നെയ്യും ചേർന്ന ലളിതമായ സദ്യ ഈ ദിവസം ഒരുക്കാറുണ്ട്. കർക്കിടക മാസത്തിലെ പഞ്ഞം മാറ്റാൻ വീട്ടിലുള്ള മുരിങ്ങയില, ചക്കക്കുരു, ചേമ്പ് എന്നിവ കൊണ്ടുള്ള കറികളും സദ്യയിലുണ്ടാകും. കുട്ടികൾക്കായി അടപ്രഥമനോ ചെറുപയർ പായസമോ പ്രത്യേകമായി തയ്യാറാക്കി കൊടുക്കാറുമുണ്ടായിരുന്നു. ഇലയട, കൊഴുക്കട്ട എന്നിവയാണ് സാധാരണയായി പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന മറ്റ് വിഭവങ്ങൾ. പഞ്ഞമാസത്തെ ആശ്വാസം എന്ന് പറയാറുണ്ട്. കള്ളക്കർക്കിടകത്തിലെ കനത്ത മഴയും ദാരിദ്ര്യവും കാരണം വിഷമിക്കുന്ന കുട്ടികൾക്ക് ഒരു ദിവസത്തെ സന്തോഷവും നല്ല ഭക്ഷണമൊക്കെ നൽകുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇപ്പം നമുക്ക് അതുപോലെ വലിയ മഴയും ഒന്നും ഇപ്പം കാണാറില്ല അല്ലേ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ടൊക്കെ. ഈ ദിവസം കുട്ടികൾ ഒത്തുകൂടി മുറ്റത്ത് ചെറിയ കളികൾ ഏർപ്പെടുകയും ഊഞ്ഞാലാടുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പഴയകാലത്ത് കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായി തെക്കൻ കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ കുട്ടികൾക്കായി മാത്രം മാറ്റിവെച്ചിരുന്ന ഒരു സുദിനമായിരുന്നു ഇത്. ഇന്ന് ഈ ആചാരം പലയിടങ്ങളിലും ഓർമ്മയായി മാറിയിട്ടുണ്ട്. എങ്കിലും ചില കുടുംബങ്ങളിൽ ഇത് പ്രതീകാത്മകമായി എങ്കിലും ഓർക്കാറുണ്ട്. പിള്ളേരോണത്തിന് ക്ഷേത്രങ്ങളിലും ബ്രാഹ്മണ മഠങ്ങളിലും പ്രത്യേക ചടങ്ങുകളും ചില അമ്പലങ്ങളിൽ ഓണാഘോഷങ്ങളുടെ തുടക്കവും നടക്കാറുണ്ട്. അതുപോലെ കർക്കിടക മാസത്തിലെ തിരുവോണ ദിവസം പിള്ളേരോണം തന്നെയാണ് ബ്രാഹ്മണരുടെ. അത് ആവണി അവിട്ടം എന്ന ചടങ്ങും നടത്തുന്നുണ്ട്. അന്നേ ദിവസം പ്രമുഖ ക്ഷേത്രങ്ങളിലും ബ്രാഹ്മണ മഠങ്ങളിലും ബ്രാഹ്മണർ കൂട്ടമായി എത്തി പഴയ പൂണൂല് മാറ്റി പുതിയ പൂണൂല് ധരിക്കുന്ന ചടങ്ങൊക്കെ നടത്താറുണ്ട്. എറണാകുളത്തെ പ്രശസ്തമായ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ പണ്ട് കാലത്ത് കർക്കിടകത്തിലെ തിരുവോണം പിള്ളേരോണം മുതൽ ചിങ്ങത്തിലെ തിരുവോണം കഴിഞ്ഞ് 28ാം ഓണം വരെ നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. വാമനമൂർത്തിയുടെ തിരുനാളായി കണക്കാക്കുന്നതിനാൽ ഈ ദിവസം ക്ഷേത്രത്തിൽ പ്രത്യേക നിവേദ്യങ്ങളും പൂജകളും ഒക്കെ നടക്കുന്നുമുണ്ട്. പണ്ടുകാലത്ത് സാമൂതിരിയുടെ നേതൃത്വത്തിൽ ഭാരതപ്പുഴയുടെ തീരത്ത് നടന്നിരുന്ന ചരിത്രപ്രസിദ്ധമായ മാമാങ്ക മഹോത്സവം ആരംഭിച്ചത് കർക്കിടകത്തിലെ പിള്ളേരോണം നാളിലായിരുന്നു എന്ന് ചരിത്രരേഖകളിൽ പറയാറുണ്ട്. അതുപോലെ ഇപ്പം അമ്പലങ്ങളിലേക്കാൾ ഉപരിയായി കേരളത്തിലെ ചില ബാലഗോകുലങ്ങളിലും സാംസ്കാരിക സംഘടനകളും സ്കൂളുകളും ഒക്കെ പഴയ ഓർമ്മകൾ പുതുക്കാനായിട്ട് കുട്ടികൾക്ക് ഇന്ന ദിവസം പ്രത്യേക ഓണക്കളിയും പായസ വിതരണവും ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നല്ല ഒരു പിള്ളേരോണം ആശംസിച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.